Praise the Lord. Praise the Lord. Hallelujah. 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 സന്തോഷമായിരിക്കുന്നോ? സന്തോഷമാണോ? നമുക്കൊരു നിമിഷം ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധ ആലയത്തിൽ വീണ്ടും ഒരു രണ്ടാം ശനിയാഴ്ച കൺവെൻഷൻ്റെ ഭാഗമാകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എത്രയോ വിശുദ്ധ ബലികൾ അർപ്പിച്ച ഒരാലയത്തിൻ്റെ മുൻപിലാണ്, ഒരാലയത്തിലാണ്, ഈ ബലിപീഠത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 3-ാം ലേഖനത്തിലെ 2-ാമത്തെ വചനം, ആ വചനം സ്ക്രീനിൽ ഇപ്പോൾ തെളിയും. നമുക്ക് ഒരുമിച്ച് ആ വചനം ഒന്ന് വായിക്കാം. ആ വചനം പറയുന്നത് എങ്ങനെയാണ്? വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. പിന്നെയോ, നീ നല്ല ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്തിരിക്കുന്ന ആരുടെ കരമൊന്ന് പിടിച്ച് ഈ ഒരു പ്രാർത്ഥന, പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്, ഒരുമിച്ചാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ഇരിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന എൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, എൻ്റെ സഹോദരിക്ക് വേണ്ടി, എൻ്റെ സഹോദരന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കണം, നിനക്ക് എല്ലാ കാര്യത്തിലും ഐശ്വര്യം ഉണ്ടാകണം, നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം. ഇതിൽ പറയാൻ എന്തെങ്കിലും വേണോ? നമുക്ക് വേണോ? വേണോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. വേണ്ട. അപ്പോൾ നമുക്ക് വചനം ഏറ്റു പറഞ്ഞെങ്കിലോ? സ്വരം ഉയർത്തി ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താ? എബ്രായർ 4-ാം അധ്യായം 12-ാം വചനം പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ നല്ല ഊർജ്ജസ്വലതയോടുകൂടി, ശക്തിയോടുകൂടി യോഹന്നാൻ ശ്ലീഹ എഴുതിയ 3-ാം ലേഖനത്തിലെ 2-ാമത്തെ വചനം നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചോ? അടുത്തൊക്കെ നാളെ മുഖത്തേക്കൂടെ നോക്കിയിട്ടില്ല. പ്രാർത്ഥിച്ചോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 118-ാം സങ്കീർത്തനത്തിൽ 24-ാമത്തെ തിരുവചനം, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ദൈവസന്നിധിയിൽ, കർത്തൃസന്നിധിയിൽ സന്തോഷിക്കേണ്ട, ആനന്ദിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട ഒരു മണിക്കൂറാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിലെ അതിൻ്റെ 6-ാമത്തെ വചനം, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. പിന്നെയോ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. കർത്താവ് നമ്മുടെ അരികെ തന്നെയുണ്ട്, ദൈവം നമ്മുടെ അരികെ തന്നെയുണ്ട്. അവൻ അരികെ ഉള്ളപ്പോൾ, കർത്താവ് അടുത്തുള്ളപ്പോൾ തന്നെ കർത്താവിനെ വിളിക്കണം. നമ്മൾ ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട്. ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ച നിമിഷമാണ്. അവൻ്റെ സാന്നിധ്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അവൻ അരികെ ഉള്ളപ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായം 20-ാം വചനം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ഈശോ, നമ്മുടെ കർത്താവ് നമ്മുടെ അരികെ തന്നെയുണ്ട്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അവൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ വചനം എന്താ പറയുന്നത്? നിങ്ങൾ ആനന്ദിക്കണം.
ആഹ്ലാദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പം കൂടെ സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്രിയ പ്രവചനം 2-ാം അധ്യായം 10-ാം വചനം പറയുന്നു, സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. ഇവിടെ വചനം പറയുകയാണ്, നീ പാടി ഉല്ലസിക്കുക. കർത്താവ് പറയാണ്, സിയോൻ പുത്രി നീ പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. നമുക്കൊന്ന് ചാടി എഴുന്നേൽക്കാം. നിങ്ങൾ മടുത്തോ? മടുത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നേ ദിനം നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുള്ള എല്ലാ യാചനകളും നമുക്ക് ഈ ബലിപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ കുർബാനയിലൂടെ നമ്മളെല്ലാം കർത്താവിന് കൊടുത്തു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 37-ാം വചനത്തിൽ നാം നേരത്തെ ശ്രവിക്കുകയുണ്ടായി, ബലിപീഠത്തെ സ്പർശിക്കുന്നത് എന്തും വിശുദ്ധമാക്കപ്പെടും. ഈ ബലിപീഠത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആലയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി തന്നെയാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. കരമുയർത്തി മനസ്സ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒരു വചനം കൂടെ വായിച്ചിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 15-ാം വചനം, അവിടെ സാംസണോട് ദലീല ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്തോ ചോദിക്കുന്നേ? ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ സ്ക്രീനിൽ തെളിഞ്ഞില്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദി ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം വേണം, എല്ലാം വേണം. ഈ ലോകം വേണം, സമ്പത്ത് വേണം, ഈശോ വേണം, എല്ലാം വേണം. അങ്ങനെയുള്ളവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയം ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് പറ്റില്ല. ഇത് തന്നെയാണ് സാംസണോട് ദലീല ചോദിച്ചത്. നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ല എങ്കിൽ നിനക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റും? ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെയാണ്. ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ഓടിക്കൊണ്ടിരിക്കുക. ഓരോ മണിക്കൂറും ഓരോ നിമിഷവും ഞാനും നിങ്ങൾ ഓടുന്നുണ്ട്. ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും നാം ഒന്ന് ചിന്തിക്കണം, എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ എൻ്റെ കർത്താവിന് യഥാർത്ഥത്തിൽ വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്ന്. നമ്മൾ പലതും കൊടുത്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ കർത്താവിന് വേണ്ടത്
നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം തന്നെയാണ്. ഹൃദയം തന്നെയാണ് ദൈവത്തിന് വേണ്ടത്. നമ്മുടെ പദവികളോ നമ്മുടെ സമ്പത്തോ നമ്മുടെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളോ ഒന്നും കർത്താവിന് വേണ്ട. നിന്റെയും എൻ്റെയും ഹൃദയത്തിലേക്ക് മാത്രമേ അവൻ നോക്കുന്നുള്ളൂ. കരമുയർത്തി, ദൈവമേ, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം ഇതാ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ നിനക്ക് സമർപ്പിച്ചു എന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഹൃദയത്തിൽ നിനക്ക് സ്ഥാനം ഇല്ല. കരമുയർത്തി, പ്രിയമുള്ളവരെ, മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ നല്ലവനായ കർത്താവിനെ, നമുക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റ് മരിച്ച് കാൽവരിയിൽ ബലിയായിത്തീർന്ന ഈശോയെ മനസ്സ് തുറന്ന് ശക്തിയോടെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹാലേലിയ, ഹാലേലിയ, ഹാലേലിയ. പോരാ, സ്വരമുയരട്ടെ. എല്ലാവരും ചേർന്ന് ഈ ആലയത്തിൽ ആരെല്ലാം ഉണ്ടോ, ഈ ആലയത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ആരെല്ലാം നിൽക്കുന്നുണ്ടോ, ദൈവത്തെ സ്തുതിച്ചേ, അതരം തുറന്ന് സ്തുതിച്ചേ, ശക്തിയോടെ സ്തുതിച്ചേ. നിന്റെ ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനം കൊടുത്തേ, നിന്റെ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനം കൊടുത്തേ. നിന്റെ ഹൃദയത്തിൽ അവൻ വസിക്കട്ടെ. ആഗ്രഹത്തോടെ സ്തുതിച്ചേ. പോരാ, സ്വരമുയരട്ടെ, സ്വരമുയർത്തി ശക്തിയോടെ, ശക്തിയോടെ. പോരാ, ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. സ്തുതിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. ആത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നവീകരിക്കപ്പെടട്ടെ. ശക്തിയോടെ കരമടിച്ച്, പോരാ, ശക്തിയോടെ കരമടിച്ച് എല്ലാ മഹത്വവും കർത്താവിന് നൽകിക്കൊണ്ട് നിന്റെ ശരീരം, നിന്റെ ഹൃദയം, നിന്റെ മനസ്സ്, നിന്റെ കഴിവുകള് ദൈവത്തിനായി വിട്ടുകൊടുത്തോടെന്ന് പാടി സ്തുതിച്ചേ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. കർത്താവിന്റെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. കരങ്ങൾ താത്തി ഇരുവശങ്ങളിലേക്കും കരങ്ങളടിച്ച് ആ കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടിയേ. ഇത് സൗഖ്യത്തിന്റെ നിമിഷമാണ്, ഇത് അഭിഷേകത്തിന്റെ നിമിഷമാണ്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 11-ാം വചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ആഗ്രഹത്തോടെ പാടിയേ. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കുമവൻ, പുതുതായി പണിയും നിൻ വിരലുകളാൽ അനവധി തലമുറകൾ. നമ്മുടെ കുടുംബങ്ങളെ
സമർപ്പിച്ചെന്ന് പാടിയേ. പുരാതന കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ. ധരിക്കുമവൻ നമ്മുടെ ജീവിതങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ. പണിയും അനവധി തലമുറകൾ ആഗ്രഹത്തോടെ ഒരു പുലരി വെളിച്ചം പോലെ പൊട്ടി വിരിഞ്ഞുയരും. എല്ലാവരും ചേർന്ന് ഒരു പുലരി വെളിച്ചം പോലെ പൊട്ടി വിരിഞ്ഞുയരും. കരമുയർത്തിയടിച്ച് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ നീ ആയിത്തീരും. ആഗ്രഹിച്ച് തേനരുവി പോലായി നമ്മുടെ മക്കളെ എങ്ങനെ നാക്കി സമർപ്പിച്ച് തേനരുവി പോലായിത്തീരും. സങ്കീർത്തനം 28-ാം അധ്യായം 8-ാം വചനം. കർത്താവ് സ്വന്തം ജനത്തിന് ശക്തി പ്രദാനം ചെയ്യുന്നു. കർത്താവിന്റെ ശക്തി നിറയട്ടെ. കർത്താവിന്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. സങ്കീർത്തനം 77-ാം അധ്യായം 10-ാം വചനം. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ആ ശക്തി നമ്മുടെ ജീവിതം മുഴുവനും നിറയട്ടെ. നമ്മുടെ ദുഃഖവേളകളിൽ, നമ്മുടെ രോഗവേളകളിൽ കർത്താവിന്റെ ശക്തി നിറയട്ടെ. സൗഖ്യ ശക്തി നിറയട്ടെ. വിടുതൽ ശക്തി നിറയട്ടെ. ആഗ്രഹത്തോടെ കരമുയർത്തത് തുതിച്ചേ. ഹല്ലേലൂയ 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 തുതിച്ചേ. കർത്താവിന്റെ ശക്തി നിറയട്ടെ. എന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തി, എന്റെ കുടുംബത്തെ നവീകരിക്കുന്ന കർത്താവിന്റെ ശക്തി നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. കരങ്ങത്താത്തി കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. പൊളിഞ്ഞ മതിലുകൾ പുതുക്കി പണിയാൻ വിളിക്കപ്പെട്ടവൻ നീ. തകർന്ന വീടുകൾ കേടുകൾ നീക്കി പുതുപുത്തനാക്കും നീ. തകർന്നു പോയ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച്, ജയിച്ചു പോയ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച്, തകർന്ന വീടുകൾ കേടുകൾ നീക്കി ദൂരത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച്, നിത്യാനന്ദം അനുദിനവും നീ കർത്താവിൽ കണ്ടെത്തും. നിത്യാനന്ദം അനുദിനവും നീ കർത്താവിൽ കണ്ടെത്തും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ നീ ആയിത്തീരും. തേനരുവി പോലായിത്തീരും. ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച്, കുടുംബത്തിന്റെ വിശുദ്ധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. തേനരുവി പോലായിത്തീരും. കരമുയർത്തി തുതിക്കുന്നു. തേനരുവി പോലായിത്തീരും. Hallelujah, hallelujah, hallelujah.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ക്ഷയിച്ചു പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ, വീണുപോയ ഞങ്ങളുടെ ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ പരിശുദ്ധാത്മാവേ. ദൈവസന്നിധിയിലേക്ക് തകർന്നുപോയ നമ്മുടെ ജീവിതാവസ്ഥകളെല്ലാം സമർപ്പിക്കാം. ക്ഷയിച്ചുപോയ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെല്ലാം സമർപ്പിക്കാം. ഞങ്ങളുടെ ജീവിതം ക്ഷയിച്ചുപോയ അവസ്ഥയിൽ, ഞങ്ങളുടെ കുടുംബം തീർത്തും അറ്റുപോയ അവസ്ഥയിൽ ദൈവമേ, നിന്റെ തിരുമുൻപിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ജീവിതത്തിലെ പ്രയാസങ്ങൾ, കാലങ്ങളായിട്ട് ജീവിതത്തിൽ ഒരു പുരോഗതി ആഗ്രഹിച്ച് നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ഇന്ന് വരേക്കൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ദൈവമേ, ഈ ആലയത്തിലിരുന്ന്, നിന്റെ തിരുമുമ്പിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന, സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, നീതിമാൻ സഹായത്തിന് ആയി നിലവിളിക്കുമ്പോൾ കർത്താവ് അവന്റെ ആ നിലവിളി കേൾക്കും. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് അവനെ മോചിപ്പിക്കും. നിന്റെ മുൻപ് നിലവിളിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട് ദൈവമേ. നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അവസ്ഥകൾ, എൻ്റെ കുടുംബം മാത്രം എന്തേ ഇങ്ങനെ ആയിപ്പോയി ദൈവമേ, ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഒരു അഭിവൃദ്ധിയും ഇല്ലാത്ത വണ്ണം അടിക്കടി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബം, ദൈവമേ, അതെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ പണിതുയർത്താനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ക്ഷയിച്ചു പോയ ജീവിതം, വീണുപോയ ഞങ്ങളുടെ കൂടാരങ്ങളെ പണിതുയർത്താൻ നിനക്ക് മാത്രമേ സാധിക്കൂ. വീണുപോയ ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളെ, വീണുപോയ ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളെ ദൈവമേ, നിനക്ക് മാത്രമേ പണിതുയർത്താനായിട്ട് സാധിക്കൂ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷത്തിലെ 21-ാം അധ്യായം 22-ാം വചനം പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വസിക്കുക. കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് ദൈവത്തിന് ഇടപെടാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മാസം ദ മന്ത് ഓഫ് ദ റോസറി, ജപമാല മാസം കൂടെയാണല്ലോ. അമ്മയുടെ കരം പിടിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആർക്കെല്ലാം വേണ്ടിയിട്ടാണോ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്, അവരുടെ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ കരുണ നിറയാൻ പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. പരസ്പരം സ്തുതി കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാം. ഒരു നല്ല സ്തുതി കൊടുത്തോന്നേ, വല്ലപ്പോഴല്ലേ നമ്മൾ കണ്ടുമുട്ടാറുള്ളൂ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഈ 2-ാം ശനിയാഴ്ച കൺവെൻഷന് വേണ്ടി ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ദൈവസന്നിധിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, എൻ്റെ ദൈവം എൻ്റെ ആത്മാവിൽ പ്രകാശിപ്പിച്ച ഏതാനും ചിന്തകൾ, തിരുവചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ഉം 45-ഉം തിരുവചനങ്ങൾ. ഗോസ്പൽ ഓഫ് മാത്യു
Gospel of Matthew, chapter 13, verse 44 to 45. വചനം ഒന്ന് വായിച്ചു നോക്കിയേ. ഉറക്കനെ വായിച്ചേ. വചനം വായിക്കുമ്പോൾ നമ്മൾ ശക്തിയോടെ വായിച്ചേ. Praise the Lord. Praise the Lord. വചനം പറയാണ്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. നമുക്കിപ്പോൾ ഒരു നിധി കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വേണ്ടെന്ന് പറയോ? പറയോ? നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? മുകളിലുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിധി നമുക്ക് ഇഷ്ടമല്ലേ? അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇവിടെ പറയാണ്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ എന്തായിരിക്കും ഈ നിധി? എന്തായിരിക്കും? നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടില്, കേരളത്തില്, തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുറേ അറകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. പക്ഷേ ഒരു അറ തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് കണ്ടെത്തിയെന്നാ പറഞ്ഞേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്ത് കണ്ടെന്ന് പറഞ്ഞേ അവിടെ? വലിയ എന്താ പറയുക, സ്വർണ്ണശേഖരം. വലിയ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ തുകയൊന്നും തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര എന്താ പറയുക ഭീമമായിട്ടുള്ള ഒരു നിധി ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ഈ നിധി ഇത് കണ്ടെത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ നിധി മറ്റാരുമല്ല, ഈ നിധി ഈശോ തന്നെയാണ്. ഹല്ലേലൂയ. ഈ നിധി ഈശോയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്നറിയോ? യേശുവിൻ്റെ ജീവിത കാലത്ത്, അല്ലെങ്കിൽ യേശു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ പാലസ്തീന പ്രദേശങ്ങൾ എപ്പോഴും ഈ ഫോറിൻ ഇൻവേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു അക്രമം, അവർ കയ്യേറുന്ന ഒരു അവസ്ഥ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പാലസ്തീന പ്രദേശങ്ങളിൽ എപ്പോഴും ഈ വിദേശ പട്ടാളക്കാർ, അല്ലെങ്കിൽ വിദേശീയരുടെ ഒരു അക്രമത്തിന് ഇരയായ ഒരു ജനതയായിരുന്നു പാലസ്തീനയിൽ അന്ന് ജീവിച്ചുകൊണ്ടിരുന്നവർ. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്നറിയോ? അന്ന് ബാങ്കൊന്നുമില്ല, അല്ലേ? അന്ന് ബാങ്കൊന്നുമില്ലല്ലോ. ബാങ്ക് ഉണ്ടോ അന്ന്? ഇല്ല, അന്ന് ബാങ്കൊന്നുമില്ല. അപ്പോൾ എന്താ ഇവർ ചെയ്യണമെന്നറിയോ? ഇവർ ഇതുപോലെയുള്ള ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ, ഇപ്രകാരമുള്ള പ്രതിസന്ധി വരുമ്പോൾ, ഇവരുടെ കയ്യിൽ വല്ല ചെമ്പ് നാണയോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അതെന്ത് ചെയ്യുന്നറിയോ? എന്തു ചെയ്യും? അത് അവരുടെ വയലിൽ കുഴിച്ചിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് അവരുടെ വയലിൽ കുഴിച്ചിടും. ഈ കുഴിച്ചിടുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയോ? ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കിത് എടുക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ചിന്ത. പക്ഷേ അതൊരിക്കലും സംഭവിക്കാറില്ല. ഒരിക്കലും സംഭവിക്കാറില്ല. കാരണം സമാധാനം ഉണ്ടാകാറില്ല അവിടെ. ഇപ്പോഴത്തെ കാര്യമല്ലട്ടോ പറയുന്നത്, അന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അവിടെ. അപ്പോൾ ഇവരിത് കുഴിച്ചിടും. ഇങ്ങനെ കുഴിച്ചിടുന്ന ഈ സ്വർണം, അല്ലെങ്കിൽ എന്താണോ ആ ഉരുപ്പിടി, അത് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് തിരിച്ചു വരാനായിട്ട് പറ്റില്ല.
അപ്പോൾ അവിടെ ഈ നമുക്കറിയാം പാലസ്തീന എല്ലാം കൃഷിയിടങ്ങളാണ് കൂടുതൽ അല്ലേ. അപ്പം ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ കർഷകൻ ഈ നിലം ഉഴുതുമറിക്കാനായിട്ട് പോകുമ്പോൾ അവൻ്റെ അല്ല ആ വയൽ, മറിച്ച് അവൻ ആ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഈ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഴിച്ചിട്ടിരിക്കുന്ന ആ നാണയമായിരിക്കാം അല്ലെങ്കിൽ എന്താണോ അതേൽ തട്ടുമ്പോൾ അവനറിയാം ഇവിടെ എന്തോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് നോക്കാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അവനത് അന്വേഷിക്കും, ഇതെന്താണ്. അവൻ കണ്ടെത്തും. അതൊരു പക്ഷേ ഈ പറഞ്ഞ സ്വർണ്ണ നാണയമായിരിക്കാം, ചെമ്പ് നാണയമായിരിക്കാം. എന്താണോ അവൻ കണ്ടെത്തുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയോ? അവനത് ആ വയലിൻ്റെ ഉടമസ്ഥനെ എനിക്കൊന്നും കേൾക്കുന്നില്ല അവിടുന്ന്. ഉടമസ്ഥനെ അറിയിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അവനത് ഒളിച്ചു വയ്ക്കുക മാത്രമല്ല, ഇതെങ്ങനെയും സ്വന്തമാക്കാൻ, ആ വയൽ എങ്ങനെയും സ്വന്തമാക്കാനായിട്ട്, കാരണം അവിടെ ആളെ നിധി കിടക്കുന്നേ, അതെങ്ങനെയും സ്വന്തമാക്കാനായിട്ട് തൻ്റെ സർവ സമ്പത്ത്, തനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിറ്റ് അതവൻ കരസ്ഥമാക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ ഈ ഒരു കോണ്ടസ്റ്റിലാണ് ഈ ഒരു ഉപമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ നിധി കണ്ടെത്തിയ വ്യക്തിയെക്കുറിച്ച് കർത്താവിന് പരാതിയൊന്നുമില്ല. അവനത് ഒളിച്ചു വെച്ചതിനെക്കുറിച്ചും കർത്താവിന് പരാതിയില്ല. മറിച്ച് അവൻ്റെ ആ ഒരു തീഷ്ണതയുണ്ടല്ലോ, കണ്ടെത്തിയപ്പോൾ സ്വന്തമാക്കണം എന്നുള്ള അവൻ്റെ ഒരു ആഗ്രഹം, അതിനെയാണ് കർത്താവ് വിലമതിച്ചത്. ഹല്ലേലൂയ. ഇന്നിൻ്റെ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് പലർക്കും അല്ലേ, പലതും കാണുമ്പോൾ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ വരാറില്ലേ? ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ആഗ്രഹമല്ല കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് യഥാർത്ഥ നിധിയാകുന്ന ഈ ട്രഷർ, ഈ നിധി, ഇത് കർത്താവാണ്. ഈ കർത്താവിനെ കണ്ടെത്തുമ്പോൾ അത് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള ആരെല്ലാം ഉണ്ടോ അവരെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലത്ത് കരം ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ മുകളിലിരിക്കുന്നവർക്ക് കേൾക്കാലൊന്ന് കരം ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായം 3-ാം വചനം പറയുന്നു, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണല്ലോ ഒളിഞ്ഞു കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവന്, യഥാർത്ഥ നിധി സ്വന്തമാക്കുന്നവന് അവന് ജ്ഞാനം ലഭിക്കും, അവന് അറിവ് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി. പല കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല, എന്ത് ചെയ്യണമെന്നറിയാത്ത ജീവിതത്തിലെ ചില സന്നിഗ്ധ അവസ്ഥകൾ, ചില ക്രൈസിസ് മോമെൻ്റ്. എന്നാൽ വചനം പറയാണ്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഒളിഞ്ഞു കിടക്കുന്നത് ഈശോ മിശിഹായിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ, ഈ സമ്പത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ, ഈ ട്രഷർ ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്നെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിതം മാറുമോ? മാറാത്തതുകൊണ്ടാണോ നിങ്ങളൊന്നും മിണ്ടാത്തത്? പ്രൈസ് ദി ലോർഡ്. ഈ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതം മാറി, അവൻ്റെ രീതി മാറി, അവൻ്റെ സ്വഭാവം മാറി, അവൻ്റെ പെരുമാറ്റം മാറി, അവൻ്റെ അഡ്രസ്സ് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പഴയ അഡ്രസ്സ് തന്നെയല്ലേ എപ്പോഴും, അല്ലേ? അത് മാറണം. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടെത്തി കഴിയുമ്പോഴാണ് അഡ്രസ്സൊക്കെ മാറുന്നത്. ജോൺ ബ്രദറെ, ഇത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് മാറും. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ രീതികൾക്കൊക്കെ മാറ്റമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വചനം പറയുന്നത്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ, ഈ നിധി കണ്ടെത്തുന്നവൻ, അവൻ ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ,
ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വലിയ സങ്കടത്തോടെയാണല്ലോ ഇരിക്കുന്നത്. എന്ത് പറ്റി? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അന്വേഷണത്തിലാണ്. അന്വേഷിച്ച് മടുത്തിരിക്കുന്നവരാണ്. സമാധാനം അന്വേഷിക്കുന്നു, സന്തോഷം അന്വേഷിക്കുന്നു, സൗഖ്യം അന്വേഷിക്കുന്നു. ഇങ്ങനെ എല്ലാവരും നമ്മൾ അന്വേഷിക്കുന്നവരാണ്. പക്ഷേ യഥാർത്ഥ നിധി അന്വേഷിക്കാനായിട്ടാണ് കർത്താവ് നമ്മെ ഇന്ന് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധാത്മാക്കളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അവരോരോരുത്തരും ഈ നിധി കണ്ടെത്തിയവരാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ആലയം അല്ലേ, ഇത് ഏത് വിശുദ്ധയുടെ നാമധേയത്തിലുള്ള ആലയമാണ്? എന്തോ കാതറിൻ അല്ലേ? ഈ വിശുദ്ധ പോലും പ്രിയപ്പെട്ടവരെ തൻ്റെ ജീവിതത്തിൽ ഈ നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ജീവിതം മാറി മറിഞ്ഞൊരു ജീവിതമാണ്. നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ, അതിൻ്റെ വരികൾ കൃത്യമായിട്ട് എനിക്കറിയില്ല, എന്നാലും അതിൻ്റെ വരികൾ എങ്ങനെയല്ലേ? എൻ്റെ പുരയ്ക്കകത്ത് അല്ലേ നീ ഒരു വാക്കരുത് ചെയ്താൽ എൻ്റെ ജീവിതം മാറും, എല്ലാം മാറും. പ്രൈസ് ദ ലോർഡ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുന്ന ഓരോ ജീവിതവും മാറും. ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു പ്രയാസം നമ്മൾ താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് മാറാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒക്ടോബർ 4-ാം തീയതി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശുദ്ധനായ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിച്ചല്ലേ? ആണല്ലയോ അല്ലേ? വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ, ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? റോസ് വാട്ടർ ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത്. തൻ്റെ ആ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങൾ അങ്ങനെയായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ ദിനങ്ങൾ അങ്ങനെയായിരുന്നു. ദൈവസ്നേഹം ഒരു സൈഡിൽ, അതോടൊപ്പം തന്നെ എല്ലാ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളും പേറി നടന്നൊരു ജീവിതമായിരുന്നു. കൂട്ടുകാരോടൊത്ത് പാടി ഉല്ലസിച്ച് കൂട്ടുകാരോടൊത്ത് എപ്പോഴും സന്തോഷിക്കാൻ സമയം കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടേത്. അസീസിയിലെ ഒരു പ്രമുഖ പട്ടു വസ്ത്രവിൽപ്പനക്കാരനായിരുന്ന പീറ്റർ ബെർണാഡിൻ്റെ മൂത്ത മകൻ. പക്ഷേ ഒരിക്കൽ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ കൂട്ടുകാരോടൊത്ത് ഉല്ലസിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ രാത്രിയിൽ ഫ്രാൻസിസ് ഒരു സ്വരം കേൾക്കുക, ഒരു ശബ്ദം കേൾക്കുക. അവിടെ ചോദിക്കുന്നത് എങ്ങനെയാണ്? ആരെ സേവിക്കുന്നതാണ് ഉത്തമം? ഫ്രാൻസിസിനോട് കർത്താവ് ചോദിക്കുകയാണ്, ആരെ സേവിക്കുന്നതാണ് ഉത്തമം? യജമാനനെയാണോ അതോ ദാസനെയോ? പ്രൈസ് ദി ലോർഡ്. ആരെ സേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഫ്രാൻസിസിനോട് ചോദ്യം ചോദിക്കുകയാണ്, ആരെ സേവിക്കുന്നത്? യജമാനനെ സേവിക്കുന്നതാണോ അത് ദാസനെ സേവിക്കുന്നതാണോ ഉത്തമം? ഫ്രാൻസിസ് അസീസി ഉടനടി മറുപടി പറഞ്ഞു, കർത്താവേ, യജമാനനെ സേവിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. പ്രിയപ്പെട്ടവരെ, അത് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ, അസീസിയിലെ ആ പുണ്യവാളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയാണ്. പിന്നീട് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടം തൊട്ട് തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ നിധി കണ്ടെത്തിയ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ധനം കണ്ടെത്തിയ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ പിന്നെ മുഴുവനും വലിയ മാറ്റങ്ങളായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടുമുട്ടവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. സുവിശേഷത്തിൽ തന്നെ ആരെല്ലാം കർത്താവിനെ ഈ നിധി കണ്ടുമുട്ടിയിട്ടുണ്ടോ, ഈ നിധി കരസ്ഥമാക്കിയിട്ടുണ്ടോ, കണ്ടെത്തിയിട്ടുണ്ടോ, അവരുടെ ജീവിതങ്ങളെല്ലാം മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സൈഡിലിരിക്കുന്നവരൊന്നും പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് തരിക എന്ന ആന്തരിക സ്വരം ശ്രവിച്ച് ഇറങ്ങി പുറപ്പെട്ടവനാണ് വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി. ഈ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും
കർത്താവിൻ്റെ സ്വന്തമായി തീരാനായിട്ടുള്ള വിളി അത് കേട്ട മാത്രയിൽ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച വിശുദ്ധനായ അൽഫോൺസ് ഗ്രിഗോരി നമ്മുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. നമുക്ക് ഈ സമ്പത്ത് കണ്ടെത്താൻ, ഈ നിധി കണ്ടെത്തുവാനായിട്ട്, ഈ നിധി കരസ്ഥമാക്കാൻ, സ്വന്തമാക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രണ്ട് വിശുദ്ധരുടെ ജീവിതം മാത്രമല്ല, എല്ലാ വിശുദ്ധരും തങ്ങളുടെ ജീവിതത്തിൽ ഈ നിധി കണ്ടെത്തിയ ആ നിമിഷം തൊട്ട് ബാക്കിയെല്ലാം ലോകത്തിൻ്റെ പദവികൾ, മോഹങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധനായ ഹെൻറി ന്യൂമാൻ്റെ ഫീസ്റ്റ് ഡേ ആഘോഷിച്ചു. ഈ ലോകത്ത് എന്തെല്ലാം പദവികൾ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അദ്ദേഹം വലിയ സ്കോളറായിരുന്നു. എന്തെല്ലാം ഉയർന്ന നിലയിൽ അദ്ദേഹത്തിന് എത്താമായിരുന്നു. പക്ഷേ ഈ നിധി കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ ലോകത്ത് എനിക്ക് നേടാൻ കഴിയുന്ന എന്തെല്ലാം പദവികളും മറ്റെല്ലാം സൗകര്യങ്ങളുണ്ട്, അതിനേക്കാളെല്ലാം അപ്പുറത്ത് യേശുവാകുന്ന ഈ സമ്പത്ത്, നിധിയാണ് ഏറ്റവും വലിയ നിധി എന്ന് തിരിച്ചറിവ് കിട്ടിയ അദ്ദേഹവും എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 38-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പുറകെ 2 ശിഷ്യന്മാർ വരുന്നത് കണ്ടപ്പോൾ യേശു ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചേ? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ സെക്കൻഡ് സാറ്റർഡേ വന്നപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ശരിക്കും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രയോറിറ്റി എന്താ? നമ്മുടെ പ്രിഫറൻസ് എന്താ? എന്താ ഞാനും നിങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്താണ് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആഗ്രഹം? എന്താ? ഇതല്ലേ ഈശോ ചോദിച്ചത്. നിങ്ങൾ എന്താ അന്വേഷിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, എപ്പോഴെങ്കിലും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ കർത്താവ് നമ്മോട് ചോദിക്കുക, നീ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കും ഈ ആഗ്രഹം ഉണ്ടോ? ഈ നിധി സ്വന്തമാക്കാൻ, ഈ നിധി കണ്ടെത്തുവാനുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? അതോ മറ്റു പലതുമാണോ നമ്മുടെ ഈ ആഗ്രഹത്തിൻ്റെ പിന്നിലുള്ളത്? ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് നോട്ട് ഹെൽത്ത് ഓർ വെൽനെസ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരോഗ്യം തരാൻ ദൈവത്തിന് സാധിക്കും. നമുക്ക് സമ്പത്ത് തരാൻ, നമുക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം തരാൻ ദൈവത്തിന് സാധിക്കോ ഇല്ലയോ? സാധിക്കോ? സാധിക്കോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആരോഗ്യം ദൈവത്തിന് തരാൻ പറ്റുമോ? പറ്റുമില്ലയോ? അപ്പം മാപ്പാപ്പ പറയാണ്, ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് നോട്ട് ഹെൽത്ത് ഓർ വെൽനെസ് ബട്ട് ദ എൻകൗണ്ടർ വിത്ത് ജീസസ്. ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം, ആഗ്രഹം എൻ്റെയും നിങ്ങളുടെയും അതായിരിക്കണം. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ്. ഈശോയുമായുള്ള ഒരു ബന്ധം, ഒരു സ്നേഹബന്ധമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ്, പലരും നമ്മൾ മടുത്തിരിക്കുക, ചിലപ്പോൾ ദൂരെ യാത്രയൊക്കെ ചെയ്ത് വന്നുകൊണ്ടായിരിക്കാം. കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ, സ്വരം ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ 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 ഹല്ലേലൂയ 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 കർത്താവേ, യഥാർത്ഥ സമ്പത്ത് കരസ്ഥമാക്കാൻ, യഥാർത്ഥ സമ്പത്ത് നേടുവാനുള്ള ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ ജനിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ യേശുവേ. നമുക്കിരിക്കാം. അപ്പം ആത്മാവ് പറയുകയാണ്, the ultimate goal is not health or wellness, but the encounter with Jesus. Only an encounter with him can save, can make life full and beautiful. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും സന്തോഷം അന്വേഷിക്കുന്നവരാ. വിശുദ്ധ അഗസ്റ്റിൻ്റെ മനോഹരമായ ഒരു വാചകമുണ്ട്, എല്ലാവരും സന്തോഷം അന്വേഷിക്കുന്നു. എൻ്റെ ഹൃദയം സന്തോഷിക്കേണ്ടതിന് കർത്താവേ, ഞാൻ അങ്ങയിൽ ജീവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഓരോരുത്തരും സന്തോഷം അന്വേഷിക്കുമ്പോൾ ഈ സന്തോഷം എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ സന്തോഷത്തിൻ്റെ ഉറവിടമായ കർത്താവിൽ ഞാനും നിങ്ങളും ജീവിക്കണം. സങ്കീർത്തനം 16:11 പറയുന്നേ, ഇൻ യുവർ പ്രസൻസ് ദർ ഇസ് ഫുൾനെസ് ഓഫ് ജോയ്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണത ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഈശോയിൽ ജീവിക്കുമ്പോഴാണ് ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റുക. ഈശോയെ സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഈശോയുടെ സ്വന്തമായി. പിന്നെ നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് സ്വന്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്ന് മാപ്പാവ് പറയുകയാണ്, ദ പേൾ ഓഫ് ഗ്രേറ്റ് പ്രൈസ്, ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ലോർഡ്. Intimate friendship with the Lord is the greatest gift in life. നമുക്ക് ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ധനം, ഏറ്റവും വലിയ ഒരു നിധി, ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് കുറേ പണക്കാരനാകുക എന്നുള്ളതല്ല, ഈ ലോകത്ത് വലിയ വലിയ ജോലി ലഭിക്കുക എന്നുള്ളതല്ല, ഈ ലോകത്ത് വലിയ കൊട്ടാരങ്ങൾ നേടുക എന്നുള്ളതല്ല, ഈ ലോകത്ത് ഒരുപാട് ഇങ്ങനെ അവധിക്കാലം ചെലവഴിച്ച് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും കറങ്ങി നടക്കുന്നതല്ല. പിന്നെയോ, പിന്നെ എന്തായിരിക്കും? ഈശോയെ സ്വന്തമാക്കുക, ഈശോയുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൽ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോളൊരു കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കരമുയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി ഈ വചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. മത്തായിയുടെ സുവിശേഷം 13:44 തൊട്ട്. ഈ നിധി കണ്ടെത്തിയ വ്യക്തികൾ എന്താ ചെയ്തത് യഥാർത്ഥത്തിൽ? ആ വചനം എടുത്തു നോക്കി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. ഈ വയലിൽ, പ്രിയപ്പെട്ടവരെ, ഈ കൃഷിക്കാരൻ, നമ്മൾ കൃഷിക്കാരൻ്റെ പശ്ചാത്തലം തന്നെ എടുത്തു നോക്കി. ഈ വയലിൽ വേലയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ പണിക്ക് പോകുന്ന ഈ കൃഷിക്കാരനെ സംബന്ധിച്ച് നിധി തേടിയാണോ പോകുന്നത്? ആണോ 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 നിങ്ങൾക്കൊരു താല്പര്യമില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൃഷിക്കാരൻ ഒരിക്കലും ഈ നിധി തേടിയല്ല ഈ ഉഴുതുമറിക്കാനായിട്ട് പോയത്. ആണോ? അല്ല. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ നിധി കണ്ടെത്തുന്നത്, തൻ്റെ അടുക്കലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇവിടെ വചനം പറയാണ്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തിയവൻ ഒന്നാമതായി ചെയ്യുന്നത്, അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് മറച്ചു വയ്ക്കുകയാണ്. അത് പിന്നെന്താ ചെയ്യുക? രണ്ടാമത് അവനുണ്ടാകുന്ന അവൻ്റെ ആ ഒരു വികാരമാണ് എന്താ? അവൻ ഭയങ്കര സന്തോഷമാണ് കണ്ടെത്തി കഴിയുമ്പോൾ. ഇന്ന് സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഈ നിധി കണ്ടെത്തണം. കർത്താവിനെ കണ്ടെത്തുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താ? പിന്നെ സന്തോഷമാണ്, ദുഃഖമില്ല, പിന്നെ നിരാശയില്ല, പിന്നെ പരാതികളില്ല, പിന്നെ നൊമ്പരങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിധി കണ്ടെത്തിയ കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ് സന്തോഷം. പ്രൈസ് ദി ലോർഡ്.
ഇത് പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നല്ലേ അത്? അല്ലേ? ഈ സന്തോഷമാണ് ആദ്യമേ തന്നെ കർത്താവിനെ കണ്ടുമുട്ടിയ ഈ നിധി കണ്ട വ്യക്തിക്ക് ആദ്യമേ അവനുണ്ടായത് സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടോ സന്തോഷമുണ്ട്, അതുകൊണ്ട് തൃപ്തിപ്പെടുകയല്ല പിന്നെ ചെയ്തത്. പിന്നെയോ ഇത് സ്വന്തമാക്കുവാനായിട്ട്, ഈ നിധി സ്വന്തമാക്കുവാനായിട്ട് തനിക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു ഈ ലോകത്ത്. ഈ ലോകത്ത് എന്തെല്ലാം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടായോ, ഈ ലോകത്ത് എന്തെല്ലാം സ്വന്തം എന്ന് അവൻ അവകാശപ്പെട്ടിരുന്നോ, അത് മുഴുവനും ഈ നിധി സ്വന്തമാക്കുവാനായിട്ട് അവൻ ഉപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമേ തന്നെ അവന് സന്തോഷമുണ്ടായി. രണ്ടാമത് ഇത് സ്വന്തമാക്കുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന സർവ്വ സമ്പത്തും അവൻ ഉപേക്ഷിക്കുകയാണ്. എന്തു വേണ്ടിയിട്ടാ? ഇത് സ്വന്തമാക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഉപമയിലെല്ലാം ഈശോ സംസാരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോടാണ്, ഒരു ജനക്കൂട്ടത്തോടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ മാത്രം സംസാരിച്ചത് ആരോടാണെന്നറിയോ? ആരോടാ? ഒരു വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? വലിയ ഗ്രൂപ്പിനോടല്ല പറഞ്ഞേ. ഇവിടെ പറയാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്കത്തിൽ അത് കണ്ടെത്തുന്നവൻ. ഒരു വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. അവൻ പോയി തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് ഇത് സ്വന്തമാക്കാനായിട്ട് അവൻ മെനക്കെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആ രത്നവ്യാപാരിയാണെങ്കിലോ അവൻ ചെയ്ത കാര്യം എന്താ? അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ, അപ്പൊ കണ്ടെത്തുവാനായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. വിലയേറിയ രത്നം കണ്ടെത്തുവാനായിട്ടുള്ളൊരു പരിശ്രമം അവൻ്റെ ജീവിതത്തിൽ അവൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കണ്ടെത്തുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ വിലയേറിയ രത്നം തേടിയുള്ള ഒരു അന്വേഷണം, ഒരു യാത്ര അവൻ്റെ ജീവിതത്തിൽ നാളുകളായിട്ടുണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പോയി തനിക്ക് ഉള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നിധി കണ്ടെത്തിയ വ്യക്തിയും ഈ രത്നം കണ്ടെത്തിയ വ്യക്തിയും ഇത് രണ്ടും സ്വന്തമാക്കുവാനായിട്ട് തനിക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നോ, തങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നോ, അത് നഷ്ടപ്പെടുത്തുവാനായിട്ടുള്ള ഒരു സങ്കോചവും ഒരു മടുപ്പും ഒരു മടിയും അവർക്കുണ്ടായില്ല. കാരണം തങ്ങൾക്ക് ഉണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെക്കാൾ എല്ലാം വിലപ്പെട്ടതാണ് ഈ സമ്പത്ത് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് ഞാനും നിങ്ങളും, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇരിക്കില്ല, ഇങ്ങനെ ജീവിക്കില്ല. അതാണ് സാംസനോട് ദലീല ചോദിച്ചൊരു ചോദ്യം. നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലെങ്കിൽ നിനക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയും എന്ന് നിനക്ക് പറയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിധി കണ്ടെത്തിയ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും പിന്നെ പരാതികളില്ല. ഈ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു നഷ്ടങ്ങളെക്കുറിച്ചും നമ്മൾ പരാതി പറയുകയില്ല. മറിച്ചത് സ്വന്തമാക്കാനായിട്ടുള്ളൊരു ആഗ്രഹം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. സ്വന്തമാക്കാനായിട്ടുള്ളൊരു ആഗ്രഹം. നിധി കണ്ടെത്തിയാൽ എല്ലാം ത്യജിച്ചുകൊണ്ട്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഈ ലോകത്തിൻ്റെ സുഖങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അത് സ്വന്തമാക്കുന്ന ഒരു ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലതും ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലേ? പലതും ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള നിധി ഇതുവരെ നമ്മൾ സ്വന്തമാക്കിയിട്ടില്ല. നമുക്ക് കുറച്ച് എല്ലാം കുറേശ്ശേ ഉണ്ട്. കുറച്ച് കുശുമ്പും, കുറച്ച് അസൂയയും, കുറച്ച് പരാതികളും, കുറച്ചിങ്ങനെ എല്ലാം കുറേശ്ശേ ഉണ്ട്. നമ്മൾ ഈ സദ്യക്ക് മറ്റേ ഇലയിട്ട് കഴിയുമ്പോൾ എല്ലാം കുറേശ്ശേ വിളമ്പുന്ന പോലെ എല്ലാം കുറേശ്ശേ ഉണ്ട്. പക്ഷേ ഹൃദയമാണ് കർത്താവിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്.
നിധി കണ്ടെത്തിയ വ്യക്തി പിന്നെ ഒരിക്കലും ആ നിരാശനാകില്ല. ഇവിടെ ഈ കൃഷിക്കാരനോ അല്ലെങ്കിൽ ഈ രത്നവ്യാപാരി അവർ നിരാശരായെന്ന് പിന്നെ പറഞ്ഞിട്ടില്ല. അവർ സന്തോഷത്തോടു കൂടിയാണ് എല്ലാം ഉപേക്ഷിച്ചത് സ്വന്തമാക്കാൻ. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. അവിടെ മോശയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. ഈജിപ്തിലെ ഏറ്റവും അത്രയും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ള ഈജിപ്ത്യൻ രത്നങ്ങളെക്കാളും വിലയുള്ളത് കർത്താവിനെ സ്വന്തമാക്കുന്നതും കർത്താവിനോടൊപ്പമുള്ള ജീവിതമാണ് എന്ന് മോശയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ നിധി കണ്ടെത്തിയ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്കറിയാം. ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ നിധി കണ്ടെത്തുമ്പോൾ നമ്മളിങ്ങനെ ആകെ ക്ഷീണിച്ച് തല കുമ്പിട്ടിരിക്കില്ല. ഇപ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് അറിയാം. എന്നാലും നിധി കണ്ടെത്തിയ വ്യക്തിക്ക് പിന്നെ എപ്പോഴും ആഹ്ലാദം, ആനന്ദം, സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താ? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള തിരുവചനങ്ങൾ. ഫിലിപ്പിയൻസ് chapter 3 verse 8 onwards. വായിച്ചേ. ഉറക്കനെ വായിച്ചേ. എല്ലാവരും ചേർന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വായിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നീതി കണ്ടെത്തിയ അപ്പോസ്തലന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താ? തനിക്ക് എന്തെല്ലാം ലാഭകരം ഉണ്ടായിരുന്നോ, തനിക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിരുന്നോ, ഈ ലോകത്ത് എന്തെല്ലാം താൻ വലുത് എന്ന് കരുതിയിരുന്നുവോ, ഈ നിധി സ്വന്തമാക്കാൻ, ഈ നിധി കണ്ടെത്തിയപ്പോൾ അതെല്ലാം ഒരു ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇത് ക്രിസ്തുവിനെ നേടുന്നതിന്, ഈ നിധി നേടുന്നതിന്, അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടി, അവൻ്റെ സ്വന്തമായി തീരാൻ. ഞാൻ കർത്താവിൻ്റേതും കർത്താവ് എൻ്റേതും എന്ന് പറയാനുള്ള ഒരവകാശം അപ്പോസ്തലൻ നേടിയെടുക്കുക, പൗലോസ്ലീഹ നേടിയെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെറും 15 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധൻ, ഒരു പയ്യൻ, ഒരു യുവാവുണ്ടായിരുന്നല്ലോ, മിലേനിയം സെയിന്റ് എന്നല്ല അറിയപ്പെടുന്നേ, അല്ലേ? ആരത്? കാർലോസ് അക്വിറ്റസ് അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഈ നിധി കണ്ടെത്തിയ വ്യക്തിയാണ്, അല്ലേ? ലോകത്തിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ലോകത്തിൽ ജീവിച്ചിടുന്ന അദ്ദേഹം ഈ നിധി കണ്ടെത്തിയപ്പോൾ, ഈ നിധി കണ്ടെത്തുന്ന പിന്നെ എന്താ ചെയ്യുക? ഒരു എന്താ പറയുക, അത് ഒരു ഹൃദയം ശരിക്കും ഒരു എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിധി കണ്ടെത്തിയാൽ പിന്നെ സംഭവിക്കുന്ന കാര്യം അതാ, ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ലത്തീൻ കുർബാനയിലെ നമ്മുടെ വിശ്വാസ പ്രമാണം, നമ്മൾ ക്രീഡ് ചൊല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നുണ്ട്, ഐ ബിലീവ് ഇൻ വൺ ഗോഡ്. ശരിക്കും അതിൻ്റെ ലാറ്റിൻ മീനിങ് എന്താണെന്ന് അറിയോ? ഐ ബിലീവ് ഇൻ വൺ ഗോഡ് എന്ന് പറഞ്ഞാൽ ഐ ഗീവ് മൈ ഹാർട്ട് ടു ഗോഡ്. ഐ ബിലീവ് ഇൻ ഗോഡ് നമ്മളെല്ലാവരും ചെല്ലുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ 15 വയസ്സുള്ള ഈ പയ്യൻ അല്ലേ, ഈ ഭൂമിയിൽ 15 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ നിധി കണ്ടെത്തിയപ്പോൾ, ഈ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, പിന്നെ ഈ ലോകത്ത് തനിക്കുണ്ടായിരുന്ന മറ്റെല്ലാ ഭ്രമങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ഈ നിധി സ്വന്തമാക്കുവാനായിട്ട് ഉപേക്ഷിക്കുക മാത്രമല്ല, അവന് വേണ്ടി പിന്നെ ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ആ 15 വയസ്സായ യുവാവിൻ്റെ ജീവിതം മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം നിധി കണ്ടെത്തിയോ പിന്നെ അവർ പഴയ ജീവിതമല്ല നയിച്ചത്. ആണോ? പ്രൈസ് ദി ലോർഡ്.
നമുക്കിപ്പോഴും പഴയ ജീവിതം മതിയോ? മതിയോ? പുതിയത് വേണ്ടേ? വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബഥേലിലായിരുന്നെങ്കിൽ ഇടയ്ക്ക് ഉറങ്ങി നമുക്ക് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം നല്ല ദൂരെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ആകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് കണ്ണടയുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിധി സ്വന്തമാക്കണമെങ്കിൽ ഈശോ പറഞ്ഞ കാര്യം എന്താ? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ഈ നിധി സ്വന്തമാക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു എങ്കിൽ ഈശോ പറഞ്ഞെന്തുവാ? നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി. എല്ലാവരും ചേർന്ന് വായിച്ചേ. ഈ നിധി സ്വന്തമാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പോയി നിനക്കുള്ളെല്ലാം വിറ്റ്, അതായത് ടോട്ടൽ എന്താ പറയുക, ഒരു സറണ്ടറിങ്, റിനൗൺസിയേഷൻ, ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായാൽ മാത്രമേ പിന്നെ ഇത് സ്വന്തമാക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും പറ്റൂ. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം വായിക്കണ്ടേ? രണ്ട് യജമാനന്മാരെ സേവിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടും ഒരേ സമയം നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രൈസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ ഈ നിധി സ്വന്തമാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നമ്മൾ കുറച്ച് എന്താ പറയുക, ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുകയുണ്ടായി, അല്ലേ? സഭയുടെ എല്ലാ നിക്ഷേപങ്ങളും എല്ലാ നിധിയും സഭയുടെ കുദാശകളിൽ തന്നെയാണ്, വിശുദ്ധ കുർബാനയിലുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലൂടെ ഈ നിധി കണ്ടെത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും. കുദാശ ജീവിതത്തിലൂടെ എനിക്കും നിങ്ങൾക്കും കുദാശ കേന്ദ്രീകൃതമായ, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൽ ഈ നിധിയെല്ലാം കണ്ടെത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു മാർഗമാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, വിശുദ്ധ ബൈബിളിലൂടെ ഈ നിധി കണ്ടെത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും. ഈ വിശുദ്ധാത്മാക്കളൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയോ? അവരെപ്പോഴും സുവിശേഷം തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിച്ചവരാണ്. വിശുദ്ധയായ കൊച്ചു ത്രേസ്യയും വിശുദ്ധനായ ജെറോമും അവർ മാത്രമല്ല, അനേകം വിശുദ്ധര് സുവിശേഷം തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിച്ചവരാണ്. കാരണം അവരതിനെ, ആ നിധിയെ അത്രയേറെ വിലമതിച്ചവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 61-ാം വചനം പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇപ്പൊ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ണുകളോടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വചനമാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്, നിധിയാണ് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സങ്കീർത്തനം 119-ാം അധ്യായം 105-ാം വചനം പറയുന്നു, അങ്ങയുടെ വചനങ്ങൾ എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിധി തന്നെയാണ്. ഇരുൾ നിറഞ്ഞ ജീവിത പാതയിൽ ദൈവത്തിന്റെ വചനം, ഈ നിധി സ്വന്തമാക്കിയ ജീവിതത്തിൽ ഒരിക്കലും കാലിടറി വീഴുകയില്ല, വഴിതെറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനം അത് ഫലം നൽകുക എന്ന് മാത്രമല്ല, നമ്മുടെ ആത്മാവിനെ ചലിപ്പിക്കും. ആത്മാവിനെ ചലിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ നിധി. നമ്മുടെ ആത്മാവിനെ ചലിപ്പിക്കുന്നതാണ് ഈ നിധി, ഈ വചനം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതം ഓർത്തു നോക്കിയേ. ലൂക്കാ 24:32 നമ്മൾ വായിക്കുന്നുണ്ട്. വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതം നമ്മോട് അവൻ വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും. ഈ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഇത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രാഷ്ട്രപിതാവ്, ഇവിടുത്തെ അല്ല, അവിടുത്തെ ഇന്ത്യയിൽ രാഷ്ട്രപിതാവ് ആരാന്നറിയാലോ അല്ലേ? ആരാ?
ശരിയാ, മഹാത്മാഗാന്ധിയാ. അപ്പോൾ മഹാത്മാഗാന്ധി സുവിശേഷം വായിച്ചിട്ടോ? മഹാത്മാഗാന്ധി സുവിശേഷം വായിക്കുമോ? വായിക്കുമോ? മഹാത്മാഗാന്ധി സുവിശേഷം വായിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അത് പറയുന്നത് എങ്ങനെയാണ്? സുവിശേഷം വായിച്ച് ക്രിസ്തുവിൻ്റെ ഗിരിപ്രസംഗത്തിലെത്തിയപ്പോൾ ക്രൈസ്തവ ശാസനകൾ ഞാൻ ആഴത്തിൽ അംഗീകരിക്കാൻ തുടങ്ങി. ഗിരിപ്രസംഗത്തിലെ ഉദ്ബോധനം ഞാൻ കുട്ടിക്കാലത്ത് ഗ്രഹിച്ച ചിലത് എന്നിൽ പ്രതിധ്വനിപ്പിച്ചു. എൻ്റെ സത്തയ്ക്ക് ഉചിതമാണെന്ന് തോന്നുന്ന ചിലത് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ വാസ്തവീകരിക്കപ്പെട്ടു. ഗിരിപ്രഭാഷണത്തിൻ്റെ നീരുറവയിൽ നിങ്ങൾ അഗാധമായി ഉന്മേഷഭരിതരായി തീരുന്നു. മഹാത്മാഗാന്ധി സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉന്മേഷഭരിതമാവുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് ഇൻസുനു ജെസുവിലെ അത് പറയുന്നത് എങ്ങനെയാണ്? നീ വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ഞാൻ നിന്നെ പ്രകാശിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. നീ എൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം തേടുക. നീ വചനം വായിക്കുമ്പോൾ എൻ്റെ മുഖം തേടുക. വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി പോലെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയം നീ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നിധിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ നേരം വരെയും നമ്മൾ ശ്രമിച്ചത്. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിധി കണ്ടെത്തുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഞാനും നിങ്ങളും ഓരോ ദിനവും ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ കാണാൻ, കണ്ണുകളെ കാണാൻ, മുഖം കാണാനായിട്ട് അതിലൂടെ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുമാത്രമല്ല, നീ വായിക്കുന്ന വചനഭാഗത്തിലൂടെ എൻ്റെ മുഖം നീ കാണുകയും നിൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ പ്രകാശിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിധി കണ്ടെത്തിയ വ്യക്തി ആദ്യമേ തന്നെ അതെല്ലാം മറച്ചു വെച്ചു. അത് മറച്ചു വെച്ച ഉടനെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ നിധി കണ്ടെത്തിയ വ്യക്തിക്കുണ്ടായ ആദ്യത്തെ അവൻ്റെ അനുഭവം എന്താ? സന്തോഷം. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ് സന്തോഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഇത് സ്വന്തമാക്കുവാനായിട്ട് തനിക്ക് ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ത്യജിക്കാനായി ഒരു മടിയും അവനുണ്ടായിരുന്നില്ല. കാരണം അവന് മനസ്സിലായി തൻ്റെ ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെക്കാളും തൻ്റെ ഭൗതികമായിട്ടുള്ള ഈ സ്വത്തുക്കളെക്കാളും വിലയുള്ളതാണ് ഈ നിധി എന്ന് അവന് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. ഈ നിധി കണ്ടെത്തുന്ന ജീവിതത്തിൽ, ഈ നിധിയെ കണ്ടുമുട്ടുന്ന ഒരു ജീവിതത്തിൽ നിന്റെ ജീവിതത്തിന്റെ പാതകൾ, നിന്റെ ജീവിതം തന്നെ മാറി മറിയും. നിന്റെ അഡ്രസ് തന്നെ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തിക്കൊണ്ട് ദൈവമേ, ഇത് കണ്ടുമുട്ടുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, ഇത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല കർത്താവേ, ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല, വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല. ദൈവമേ, എന്റെ അവസ്ഥകളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. കരമുയർത്തി ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഥാർത്ഥ ധനം, യഥാർത്ഥ സമ്പത്ത് അത് ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സ്നേഹപിതാവേ കണ്ണുകൾ തുറന്നു തരണേ. സ്നേഹപിതാവേ കണ്ണുകൾ തുറന്നു തരണേ. സ്നേഹപിതാവേ കണ്ണുകൾ തുറന്നു തരണേ. സ്നേഹപിതാവേ കണ്ണുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കാണേണം. വിശുദ്ധാത്മാക്കൾ കണ്ടുമുട്ടിയ യേശുവിനെ, എനിക്കേശുവിനെ കാണേണം. കണ്ടുമുട്ടിയ നിധി. സ്നേഹപിതാവേ കണ്ണുകൾ തുറന്നു തരണേ. ഫ്രാൻസിസ് അസീസി കണ്ടുമുട്ടിയ നിധി. കണ്ടുമുട്ടിയ നിധി തുറന്നു അത് കാണാനായിട്ട് കണ്ണു തുറന്നു തരണമേ കർത്താവേ. എനിക്കേശുവിനെ കാണേണം. ദാഹത്തോടെ എനിക്കേശുവിനെ കാണേണം. ആഗ്രഹത്തോടെ യേശുവിനെ കാണേണം. കണ്ടുമുട്ടിയുടെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടായി. യേശുവിനെ കാണേണം. കണ്ടുമുട്ടിയ ജീവിതങ്ങളുടെ അഡ്രസ് മാറി. തീവ്രമായ ആശിപ്പു ഞാൻ. എനിക്കേശുവിനെ കാണേണം. സമ്പത്ത് കണ്ടെത്താൻ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടട്ടെ. സ്നേഹപിതാവേ, സ്നേഹപിതാവേ കണ്ണുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ കാതുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കാണേണം. എനിക്കേശുവിനെ കാണേണം. യോഹന്നാന്റെ സുവിശേഷം 1:38 നിങ്ങൾ എന്തന്വേഷിക്കുന്നു? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? എന്തന്വേഷിക്കുന്നു ഈ ജീവിതത്തിൽ? ഈ നിധിയെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, യഥാർത്ഥ നിധി കണ്ടെത്തുവാനായിട്ട് അമ്മ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വരമുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം ബഹുമാനപ്പെട്ട സാജു ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം. യോഹന്നാൻ 4:14. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സാജു ബ്രദറിലൂടെ ഒരിക്കലും ദാഹിക്കാത്ത ജീവജലമായ പരിശുദ്ധാത്മാവാകുന്ന ആ വലിയ നിധിയെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇന്ന് ഈ ദേവാലയത്തിൽ ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക: എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. നമ്മുടെ വലത്തുകരം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രത്യേകിച്ച് ബ്രദറിനെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. അനേക വർഷങ്ങളായി അനേക രാജ്യങ്ങളിൽ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അതിശക്തമായി ഈ കാലഘട്ടത്തിൽ ബ്രദറിനെ എടുത്ത് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് അനോയിന്റിംഗ് ഫോർ കാത്തലിക് മിനിസ്ട്രീസ് UK-യുടെ ശുശ്രൂഷകളെ ഇംഗ്ലണ്ടിൽ UK-യിൽ കോർഡിനേറ്റ് ചെയ്യാൻ തക്കവണ്ണം ബ്രദറിൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം: പരിശുദ്ധാത്മാവ്